നമസ്തേ. വളരെയധികം കൊട്ടി ആഘോഷിച്ച് വിളംബരം നടത്തിയതാണ് KSRTC വനിതകൾക്ക് സൗജന്യ യാത്ര. സത്യത്തിൽ ആ പ്രഖ്യാപനത്തിൽ തന്നെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. കാരണം എന്തുകൊണ്ട് വനിതകൾക്ക് മാത്രം സൗജന്യം എന്ന ചോദ്യമുണ്ട്, നിലനിൽക്കുന്നുണ്ട്. പുരുഷന്മാരെ ഒരു തരത്തിലും വിലക്കെടുക്കാതെ സ്ത്രീകൾക്ക് മാത്രം പ്രാധാന്യം കൊടുത്ത ആ പ്രഖ്യാപനത്തിൻ്റെ ഉദ്ദേശം, ലക്ഷ്യം എന്താണെന്ന് ആർക്കും അറിയില്ല. ആയിക്കോട്ടെ, വനിതകൾക്കെങ്കിലും കൊടുത്തുല്ലോ എന്ന് സമാധാനിക്കാം. പക്ഷേ ഇവിടെ ഇപ്പോൾ കേൾക്കുന്നത്, ഇപ്പോഴല്ല, ഒരു 4 ദിവസം മുന്നേ ഒരു റിപ്പോർട്ട് കണ്ടു. 75% KSRT ബസ്സുകളും ഔട്ട് ഓഫ് ഡേറ്റായി. അതായത് തള്ളിയ ബസ്സുകളാണ്. പുതിയ ബസ്സുകൾ വേണം. അതിന് എത്രയോ കോടി, അതായത് 2000, 3000, 5000 കോടിയുടെ കണക്കും കേട്ടു ആ ബസ്സുകൾ വാങ്ങാൻ. അതൊരു വിഷയം. ഇപ്പോൾ ഇന്നലത്തെ ഒരു റിപ്പോർട്ടാണ്. അതായത് 150ഓളം ബസ് സർവീസ് മുടങ്ങി KSRTCയുടെ. അതിൽ 100 സർവീസും ഈ പ്രിയദർശിനി വനിതാ ഫ്രീ സർവീസാണ് മുടങ്ങിയത്. അപ്പോൾ പറയും, ഇതൊന്നും മുന്നേക്കൂട്ടി പറയാൻ പറ്റില്ലല്ലോ. ശരിയാ, ഇതൊന്നും മുന്നേക്കൂട്ടി പറയാൻ പറ്റില്ല. ഇവിടെ ഒരു പദ്ധതി നടപ്പാക്കുമ്പോൾ അത് പറയുന്നതിന് മുൻപേ അതിനെക്കുറിച്ച് വിശദമായിട്ടൊരു പഠനം നടത്തണ്ടേ? എന്നിട്ടല്ലേ ഇവിടെ ഓരോ പദ്ധതികൾ പറയുക, പ്രഖ്യാപിക്കുക. ഇതൊന്നും ചെയ്യാതെ വോട്ട് പെട്ടെന്ന് പിടിക്കാൻ എന്തെങ്കിലും വിളിച്ചു പറയുക. ഈ ഒരു സംഭവത്തിന് ഇവിടെ സത്യത്തിൽ കോടതി ഇടപെടണം. കോടതി കണ്ടില്ലെന്ന് നടിക്കരുത്, ചോദ്യം ചെയ്യണം. ജനങ്ങളെ കബളിപ്പിച്ച് വോട്ട് പിടിക്കുന്നു, പറഞ്ഞ വാക്ക് പാലിക്കുന്നില്ലെങ്കിൽ അതിന് തക്കതായ പണിഷ്മെൻറ്റ് കോടതി തീരുമാനിക്കണം. ഇവിടെ വനിതകൾക്ക് ഫ്രീ സർവീസ് ഇൻ KSRTC പറഞ്ഞു. നടപ്പാക്കിയത് 15, അതായത് എത്രയോ ദിവസം കഴിഞ്ഞാണ് നടപ്പാക്കുന്നത്. ആ നടപ്പാക്കുമ്പോൾ 75% ബസ്സുകളിലും സൗജന്യമില്ല. സാധാ ഓർഡിനറി ബസ്സിൽ മാത്രം വനിതകൾക്ക് പ്രഖ്യാപിച്ചു. ഇപ്പോൾ ഇന്നലെ 150 സർവീസ് മുടങ്ങിയപ്പോൾ അതിൽ 100ഉം ഈ സാധാരണ ബസ്സുകളായിരുന്നു. അപ്പോൾ ഞാനിത് ഒന്ന് വിശദമായിട്ട് അന്വേഷിച്ചു നോക്കി, എന്തുകൊണ്ടാണ് ഈ 150 ബസ്സുകൾ ഓടാണ്ടിരുന്നത്. അപ്പോൾ പറയുകയാണ്, ബസ്സുകൾ ഓടാനുള്ള ടയറുകളില്ല. എല്ലാ ബസ്സിൻ്റെയും ടയർ തേഞ്ഞ് എപ്പോൾ വേണമെങ്കിൽ പൊട്ടിത്തെറിക്കാം, ആ അവസ്ഥയിലാണ് നിൽക്കുന്നത്. ടയർ വാങ്ങിയിട്ടില്ല, ടയർ വാങ്ങാൻ പൈസയില്ല, സ്പെയർ പാർട്സ് വാങ്ങാൻ പൈസയില്ല. ഏത് ഡ്രൈവറാണ് റിസ്ക് എടുത്ത് വണ്ടി ഓടിക്കുക? അങ്ങനെ ഓരോ സ്റ്റേഷൻ്റെയും മാനേജർമാർ, ഓരോ KSRTC ഡെപ്പോയുടെയും മാനേജർമാർ ഇത്തരത്തിലുള്ള ബസ്സുകൾ ഓടണ്ട എന്ന് തീരുമാനിച്ചു. കാരണം ഓടിയിട്ട് എന്തെങ്കിലും അപകടമുണ്ടായാൽ ഇതായിരിക്കില്ല ജനങ്ങളുടെ പ്രതികരണം. അപ്പോൾ ഇത്തരത്തിലുള്ള അവസ്ഥകളൊക്കെ ഇവിടെ അറിഞ്ഞുകൊണ്ട് തന്നെ ഇത് ഒരു ന്യൂസാക്കി ഇപ്പോൾ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുമ്പോൾ ഇവിടെയാണ്, അതായത് ഇത് ഇപ്പോൾ ഫ്രീ കൊടുക്കാൻ തുടങ്ങിയിട്ട് അധിക ദിവസമൊന്നും ആയിട്ടില്ല. 15-ാം തീയതിക്ക് ശേഷമാണ് കൊടുത്തത്. 1-1.5 മാസമേ ആയിട്ടുള്ളൂ. 1.5 ആയിട്ടില്ല, ആവണേ ഉള്ളൂ. അപ്പോഴേക്കും ബസ്സുകൾ പഴയതും പഴയതാണ്. ബസ്സിന് ടയറില്ല, സ്പെയർ പാർട്സ് ഇല്ല, എല്ലാം പഴയ ബസ്സാണ്. അത് വാർത്തയാക്കുന്നു, ചർച്ചയാക്കുന്നു, ജനങ്ങളിലേക്ക് ഇട്ടുകൊടുക്കുന്നു, ജനങ്ങളാകെ അന്തം വിടുന്നു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്നറിയോ? അതാണ് ആ കളി. ഇതൊരു ചെസ് കളിയാണ്, ഇതൊരു ഗെയിമാണ്. ഇപ്പോൾ ഈ പ്രിയദർശിനി ഓടാൻ പറ്റുന്നില്ല, ജനങ്ങളാകെ അന്തം വിട്ടു. ഇതെന്താണ്?
എല്ലാ ബസ്സും പഴയതാണ്, ടയറില്ല, സ്പെയർ പാർട്സ് ഇല്ല. വാർത്തയാക്കി. ഇനിയാണ് അടുത്ത കളി വരുന്നത്. ആ കളിയാണ് ഒരു 5,000-10,000 കോടി രൂപ കടമെടുക്കും. എവിടുന്ന്? ജനങ്ങളുടെ തലയിൽ നിന്ന് ഏറ്റി ചാക്കിൽ കയറ്റി വെച്ച് കൊടുക്കും ആ കട എടുത്തിട്ട്. എന്നിട്ട് കമ്മീഷൻ അടിച്ച് കുറേ ബസ് വാങ്ങും, കുറേ സ്പെയർ പാർട്സ് വാങ്ങും, കുറേ ടയർ വാങ്ങും. ഇത് തന്നെയല്ലേ കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ ഇവിടെ മാറി മാറി ഭരിച്ചവരൊക്കെ ചെയ്തത്? ഒരു ഗതിയുമില്ലാത്ത കാരണമാണ് ഈ മന്ത്രി വാഹനങ്ങൾ മാറാത്തത്, മന്ത്രി ഭവനങ്ങൾ മോടി പിടിപ്പിക്കാത്തത്. അതും ഉണ്ടാവുന്നേ, കുറച്ച് കഴിയട്ടെ, വെയിറ്റ് ആൻഡ് സീ. ഒരു കാര്യം ഇവിടെ ഉറപ്പാണ്, ജനങ്ങളുടെ മുന്നിൽ വിഷയം അവതരിപ്പിച്ചിട്ടാണ് ഇവിടെ കൊള്ള നടക്കാൻ പോകുന്നത്. അല്ലാതെയാണല്ലോ ഇപ്പോൾ ശബരിമലയിൽ ഒരു കൊള്ള നടത്തി, അങ്കണവാടിയിൽ കൊള്ള നടത്തി, ഇനി ഓരോ ന്യൂസുകൾ ഇങ്ങനെ പുറത്തേക്ക് വരും. അപ്പോൾ നമുക്കറിയാം ആ കൊള്ളയുടെ കാഠിന്യം. ഒരു കാര്യം ഉറപ്പാണ്, കേരളത്തിലെ ജനമേ, നിങ്ങൾ എന്താണ് ഇനിയും ചിന്തിക്കാത്തത്? നിങ്ങൾ എന്തിനാണ് ഈ കൊള്ളക്കാരെ തന്നെ മാറി മാറി പരീക്ഷിക്കുന്നത്? നിങ്ങൾക്ക് മതിയായില്ലേ? നിങ്ങൾക്ക് എന്താണ് കിട്ടുന്നത് ഈ ഭരണങ്ങൾ മാറി മാറി ഭരിച്ചിട്ട്? എന്തെങ്കിലും പ്രത്യേകത? ഇപ്പോഴത്തെ ഒരു ശരിയാ, ആദ്യമായിട്ട് കുറച്ച് വനിതകൾക്ക് ഒരു 10 ദിവസം ഓർഡിനറി ബസ്സെങ്കിലും അതിൽ ഫ്രീ ആയിട്ട് കയറി പോകാൻ പറ്റി. അതൊരത്ഭുതം തന്നെയാണ്. പക്ഷേ കൊള്ളകൾ ഓരോന്നായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയും നമ്മൾ കാണാൻ പോകുന്ന പേക്കുത്തുകൾ ഒരുപാടായിരിക്കും. 2 മാസം കൊണ്ട് 10,400 കോടി രൂപ കടം ആൾറെഡി എടുത്തു കഴിഞ്ഞു. ഇനിയിപ്പോൾ KSRTC നന്നാക്കാൻ കടം വേണം. അങ്ങനെ ഓരോന്നായിട്ട് ഞാൻ കേട്ടത് ആരോഗ്യവകുപ്പിൽ വലിയൊരു സംഖ്യ തന്നെ വേണം അതൊന്ന് നിവർന്ന് നിൽക്കാൻ. അങ്ങനെ ഓരോ ഘട്ടങ്ങളിലായിട്ട് ഓരോന്ന് പറഞ്ഞുകൊണ്ട് കടം അങ്ങനെ വാങ്ങിക്കൂട്ടും. എന്നിട്ട് അത് ചാക്കിൽ കെട്ടി ഇവിടുത്തെ സാധാരണക്കാരനായ കേരളത്തിൻ്റെ ജനങ്ങളുടെ തലയിൽ കയറ്റി വയ്ക്കും. വിഡ്ഢിയാണെങ്കിൽ ജനം അടുത്ത ഇലക്ഷനിലും വീണ്ടും തിരഞ്ഞെടുക്കും. ഇവിടെ ഒരു സൊല്യൂഷനും ആരും ഉണ്ടാക്കില്ല. ഇപ്പോൾ ഇന്നലെ ഞാൻ കേട്ടു, കൊച്ചി പോർട്ടിൽ 10 ഏക്കർ സ്ഥലം അങ്ങോട്ട് വിട്ടുകൊടുക്കുകയാണ്. ആർക്കാണ് വിട്ടുകൊടുക്കണമെന്ന് എനിക്ക് മനസ്സിലായില്ല, പോർട്ടിനായിരിക്കും എന്ന് വിചാരിക്കണം. എന്നിട്ട് ക്രൂയിസറുകൾ, അതായത് ഫോറിനിൽ നിന്ന് ദുബായ്, സിംഗപ്പൂർ അവിടെയൊക്കെയുള്ള മാതിരി അവിടെ നിന്നുള്ള ടൂറിസ്റ്റുകൾ, ക്രൂയിസർ ഷിപ്പുകൾ കൊച്ചിയിൽ കൊണ്ടുവന്ന് നിർത്തും. അപ്പോൾ ആ ജനങ്ങൾ മുഴുവൻ ഇവിടെ വരും. അപ്പോൾ ആ വരുമാനം ഇവിടേക്ക് വരും. ഈ 10 ഏക്കർ അങ്ങോട്ട് വിട്ടുകൊടുക്കുമ്പോഴേക്ക് ഈ ക്രൂയിസർ ഇങ്ങോട്ട് വരികയല്ലേ. എന്തിനാ ഈ ദിവസം ഈ അമിട്ട് വിടണത്? സ്വർണ്ണ കച്ചവടത്തിലെ ടാക്സ് മുഴുവൻ പിരിക്കും, ഒന്നും മുടണില്ലേ. അപ്പോൾ ബാറിലെ കച്ചവടത്തിലെ ടാക്സ് മുഴുവൻ പിരിക്കും. ഇതൊക്കെ പറഞ്ഞിട്ടാണ് വോട്ട് പിടിച്ചത്. ഇപ്പം അതൊന്നും മുണ്ടണില്ല. ഇപ്പോൾ പുതിയ പുതിയ സംവിധാനങ്ങളാണ് പറയുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ടാറ്റ ഇവിടെ 10,000 കോടി കൊണ്ടുവന്ന് ചാക്ക് കൊട്ടി കഴിഞ്ഞു എന്ന് പറഞ്ഞു. ടാറ്റക്കാർ വന്ന് അത് പൊളിച്ചു കൊടുത്തു. ഞങ്ങളങ്ങനെ പറഞ്ഞിട്ടില്ല. ഇപ്പോൾ കൊച്ചി പോർട്ടിന് 10 ഏക്കർ സ്ഥലം, എവിടെ സ്ഥലം എനിക്കറിയില്ല, അവിടെ ഉണ്ടോ എനിക്കറിയില്ല, അത് കൊടുക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു. ക്രൂയിസർ ഒക്കെ ഇവിടെ വരും. സാറേയും കൊടുത്തിട്ട് എന്താ കാര്യം? അതിൻ്റെ പണി ഇവിടെ ഇപ്പോൾ എത്ര കൊല്ലമായി വിഴിഞ്ഞം പോർട്ട് പണി തുടങ്ങിയിട്ട്? കണ്ടെയ്നർ ടെർമിനൽ ഇപ്പോഴും പണി കഴിഞ്ഞോ? ഇനി കൊച്ചി പോർട്ടിന് സ്ഥലം കൊടുത്താൽ അത് എന്നാ പണി കഴിയുക? എന്നാ പണി തുടങ്ങുക? പണിയാനുള്ള കാശ് എവിടുന്നാ? എന്തിനാണ് ഈ ഗുണ്ടു വിട്ടുകൊണ്ട് ഇങ്ങനെ നടക്കണേ? മനസ്സിലാകുന്നില്ല. എത്ര പറ്റിക്കാൻ പറ്റും ജനങ്ങളെ? അതിനൊരു പരിധിയില്ലേ? അല്ലെങ്കിൽ പറയൂ, എന്തിനാണ് ഈ 10,400 കോടി ഇപ്പോൾ കടമെടുത്തത്? സത്യം പറഞ്ഞാൽ മതി, ഒരു കുഴപ്പമില്ല. അത് സാലറി കൊടുക്കാനാണ്, പെൻഷൻ കൊടുക്കാനാണ്, അത് കഴിഞ്ഞ് കൊടുക്കാനുള്ള കടം വീട്ടാനാണ്, വേറെ പൈസയൊന്നും അതിൽ ബാലൻസ് ഇല്ല. അതിൻ്റെ കണക്കാ പറഞ്ഞോ, ഒരു കുഴപ്പമില്ല. ജനങ്ങൾ മനസ്സിലാക്കട്ടെ. കഴിഞ്ഞ ഗവൺമെൻറ് അതിന് മുന്നോട്ടുള്ളവരൊക്കെ ചെയ്തതല്ലേ. എന്തിനാ പേടിക്കണത്? ഞാൻ 10,400 കോടി രൂപ കടമെടുത്തു, അത് ഇതാ ഈ സാലറി ഇത്ര, പെൻഷൻ ഇത്ര, എടുത്ത കടത്തിൻ്റെ പലിശ ഇത്ര, അതിൻ്റെ EMI ഇത്ര, അതിനാണ് ഞാൻ കടമെടുത്തത്.
പറഞ്ഞോ, കേൾക്കട്ടെ ജനം. അല്ലാതെ ജനങ്ങളെ വിഡ്ഢിയാക്കിയിട്ട് വീണ്ടും വീണ്ടും വിഡ്ഢിത്തരങ്ങൾ പറഞ്ഞ് ജനങ്ങളെ പറ്റിച്ചു കൊണ്ടേ നടക്കരുത്. ആ സമയത്താണ് ശബരിമലയിൽ വീണ്ടും കൊള്ള നടന്നു. ഇപ്പം ഇനി പാട്ട് മാറ്റണം. എന്തായിരിക്കണം ഇനി പാട്ട്? സഖാക്കളാണ് അയ്യപ്പ എന്നുള്ളത് മാറ്റണം. സഖാക്കളും വെട്ടിയിട്ട് ഏത് പേര് ചേർക്കണം? കൊങ്ങികളാണ് അയ്യപ്പ എന്ന് പറയേണ്ടി വരില്ലേ? ആ പാട്ട് ഇപ്പം ഇറങ്ങും.